ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നിട്ടുള്ളതേ കുരുമുളക് ഇട്ട് വെച്ച ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടാ. അപ്പം നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാല്ലേ. 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടാ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പും കൂട്ടി ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്കില്ലേ നമ്മൾ കഴുകി വെച്ചായ ചിക്കൻ ഇട്ടിട്ട് ഈ മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം. എന്നിട്ടൊരു അരമണിക്കൂറൊക്കെ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇപ്പം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ചിക്കനിൽ മസാല പുരട്ടി വെച്ചിട്ട് അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാം അല്ലേ. അതിനൊരു പാൻ എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളുടെ ആ ചിക്കനില്ലേ ആ വെളിച്ചെണ്ണയിൽ നിരത്തി വെക്കണം. എന്നിട്ട് 2 പുറവും ഒരു അധികം ഇങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ഒരു പരുവാകുമ്പോൾ, അതായത് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പം എൻ്റെ ചിക്കൻ ആയിട്ടുണ്ട്, ഞാൻ കോരിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേറൊരു തവ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഒരു 3 സവോള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സവോള പെട്ടെന്ന് മൂത്ത് വരാനാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ അങ്ങോട്ട് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ അതും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അത് ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതും കൂടി ചേർക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി ചേർക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് ഇട്ട് വെച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പം നിങ്ങളാരും മറക്കണ്ട, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനി ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.